എല്ലായ്പ്പോഴും മലയാളം സിനിമയിലെ മാജിക്കുകൾ കൊണ്ടുവരുന്ന മാജിക് ഫ്രെയിംസും ഉല്ലാസ്നി സിനിമാസും കൂടെ ഈ വരുന്ന 20-ാം തീയതി റിലീസ് ചെയ്യുന്ന ED ശ്രീ ആമിറിൻ്റെ ED ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ റിലീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഡെലിവറിക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു സമയമാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയുടെ കഥ ആദ്യമേ പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയ കഥാപാത്രമാണ്. അതിനോടൊപ്പം തന്നെ എന്നോട് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒരാളായ ശ്രീ സുരാജ് വിളിച്ചു പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. ഒരു കാരണവശാലും വേറെ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെയും അത്രത്തോളം ഇവരെല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുള്ള ഒരു പ്രോജക്റ്റും ഒരു വർക്കുമായിട്ട് ഇത് തോന്നിയൊരു സിനിമയാണ് ED. നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുമായി സാമീപ്യം തോന്നാവുന്ന ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രധാന വേഷം ശ്രീ സുരാജ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 2-3 ഡയമെൻഷൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലുണ്ട്. അതുപോലെ എനിക്കും എൻ്റെ ക്യാരക്ടറിലുമുണ്ട്. ഗ്രേസിനുണ്ട്, ശ്യാമിനുണ്ട്, വിനീതിനുണ്ട്. എല്ലാവർക്കും നല്ല വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രമാണ് ശ്രീ ആസിഫ് എഴുതിയതും ശ്രീ ആമിറിൻ്റെ നല്ല ഗൈഡൻസോടെ പുറത്തുകൊണ്ടുവരാൻ കഴിഞ്ഞത്. എന്തായാലും വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ED ആൻഡ് താങ്ക് യു ഓൾ ആൻഡ് യു ആർ ഓൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ December 20th. ലിസ്റ്റൻ സ്റ്റീഫന് പ്രത്യേകം താങ്ക്സ്. ആൻഡ് ഓൾസോ ഏറ്റവും വലിയ താങ്ക്സ് ശ്രീ ആമിറിനും ശ്രീ സുരാജിനും നൽകുന്നു. താങ്ക് യു ഓൾ. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. പ്ലീസ് നമ്മുടെ ED വിശേഷങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സഹോദര തുല്യനായ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ, ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ്. അപ്പോൾ അവൻ മിമിക്രിക്കാരനായിരുന്നു. പോലും ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നു. അവൻ്റെ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ എന്നതിലുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമ, അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, അറിവുള്ളത് കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും, അത് മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. തീർച്ചയായിട്ടും കളിയ ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ പേരാണ് ED, എക്സ്ട്രാ ഡീസൻറ്റ്. അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനൊരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത്, മിസ്റ്റർ ലിസ്റ്റൻ സ്റ്റീഫൻ. ലിസ്റ്റിനും കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ്. അപ്പം പാട്ട് കണ്ടു, അങ്കിത് അടിപൊളി പാട്ടായിരുന്നു. അതുപോലെ തന്നെ ആമിർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ, ഞങ്ങൾക്ക് ആശംസ മാത്രം പോരാ, ഞങ്ങൾക്ക് ഓഡിയോ ലോഞ്ച് ആണ്. ഒരു രണ്ട് വരി പാട്ട് പാടിത്തരില്ല. രണ്ട് വരി. അത് എന്നാലും അടിപൊളി പാട്ട്. പിഷാരടി, അത് ഏത് വേദിയിലാണെങ്കിലും ഇതാണ് അവൻ സൈഡിൽ നിന്നുള്ള സ്ഥിരം പരിപാടിയാണത്. ഇതൊരു വളരെ മനോഹരമായ ഒരു സിനിമയുടെ വളരെ മനോഹരമായ പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എന്റെ പാട്ട് ഞാൻ ഇന്ന് വേണ്ടെന്ന് വെക്കുന്നു. അടുത്ത വേദിയിലേക്ക് ഇതിന്റെ 100-ാം ദിവസം, ഇതിന്റെ ആഘോഷത്തിന്റെ 100-ാം ദിവസം എന്റെ വക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. സുരാജും ഞാനും കുറച്ച് മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റായതിൻ്റെ കാരണം സുരാജിന് അറിയാം. ഞങ്ങളൊരു മീറ്റിങ്ങിനുണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. സുരാജ് പണ്ട് കൈരളി ചാനലിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിൻ്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് വരെ കിട്ടി. ഒന്നും കാണാണ്ട് സുരാജ് നിർമ്മാതാവാകില്ലെന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി സിനിമാസിൻ്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ
ഒന്നും കാണാത്ത ലിസ്റ്റിനും ഈ ചിത്രം ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വൻ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പം അമീർ പള്ളിക്കൽ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നാദൃഷിക്ക പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ഇല്ലായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നില്ല, എത്തിയിരുന്നു. അതെ, അപ്പം പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇഡി എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പലരും സുരാജന്റെ തുടക്കകാലം തൊട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങളുമെല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലീനരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. നമ്മൾ ആക്ച്വലി ട്രെൻഡിങ് ആണ്. കളർ ഡിഫറൻസ് ഞാൻ ഇന്ന് ജുബയിട്ടില്ല. ഈ കേസിൽ നീ ഒറ്റപ്പെട്ടു പോയനെ.